ഹായ്, നമ്മളെ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെണ്ടക്കപ്പയും കാന്താരി സംബന്ധിയാണ്. അങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. 3-4 വെള്ളത്തിൽ നല്ലോണം കഴുകിയെടുക്കുക. കപ്പ നീളത്തിൽ മുറിച്ചിട്ട് നന്നായി കഴുകിയെടുക്കുക. ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് കാന്താരിയാണ്, സംബന്ധി പൊടിക്കാൻ വെച്ചതാണ്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. നല്ലോണം കുറച്ച് വെള്ളം മുങ്ങാനുള്ള വെള്ളം വേണം, കപ്പ മുങ്ങാനുള്ള വെള്ളം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ കുറച്ച് ഉപ്പും ഇടാം. എന്നിട്ട് ഗ്യാസിൻ്റെ അടുപ്പത്തേക്ക് മാറ്റി കൊടുക്കുക. ഉപ്പിട്ടിട്ട് മാറ്റി കൊടുക്കുക. നന്നായിട്ട് നല്ലോണം വേവിച്ചെടുക്കുക. എല്ലാവരും ഇങ്ങനെ വെക്കുന്നതെന്ന് അറിയില്ലേ, പക്ഷെ ഞാനിങ്ങനെ വെക്കല്. ഗ്യാസിൻ്റെ നിന്നാണ് ഞാൻ വെക്കല്. പിന്നെ ചില ആൾ കുക്കറിലെല്ലാം ഇട്ട് വേവിക്കൂ, പക്ഷെ ഇതാണ് നല്ല ഈസി ആക്കാൻ. കപ്പ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഇതിൻ്റെ ഇത് നമുക്ക് ഇനി വെള്ളം ഊറ്റിയെടുക്കാം. കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, വെള്ളം ഊറ്റിയെടുത്താലേ നല്ല ഇതായിട്ട് കിട്ടും കപ്പ. വെള്ളം ഊറ്റുന്നുണ്ട്, വെള്ളം ഊറ്റിയെടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അതാ കപ്പ റെഡി ആയിട്ടുണ്ട്. നല്ലോണം ഇളക്കിക്കും. കുറച്ച് നെയ്യ് ഇട്ടിച്ച് കൊടുക്കുക, വെളിച്ചെണ്ണ. ഇത് നല്ലോണം കുലുക്കുക. അടിയിലുള്ളിയെല്ലാം മേലേക്ക് എത്തിച്ചിട്ട് നന്നായിട്ട് കുലുക്കിയെടുക്കുക. കപ്പ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സമ്മന്തിയിലെ പരിപാടി നോക്കാം. കാന്താരി ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. കുറച്ച് തേങ്ങയും, ആദ്യം കുറച്ച് തേങ്ങ, ചെറിയ കഷ്ണം 2-3 കഷ്ണം ചെറിയ ഉള്ളി ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് രണ്ട് ഇടി അരച്ചെടുക്കുക. ജാറ് മിക്സിയിലേക്ക് മാറ്റാം. മാറ്റി കൊടുക്കുക. ഒരു കറക്കൽ ഇത്രയേ വേണ്ടൂ. ഇപ്പം സമ്മന്തി റെഡി ആയിട്ടുണ്ട്. സമ്മന്തി റെഡിയായി. നല്ല കാന്താരി സമ്മന്തിയും കപ്പയും റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് സമ്മന്തി പ്ലേറ്റിലേക്ക് മാറ്റി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കപ്പയും സമ്മന്തി റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കലാണ്.